കോളേജ് മേറ്റ് അല്ലെങ്കിൽ എയിംസ് സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെയൊക്കെ കോളേജുകളിൽ കോളേജ് മേറ്റ് അല്ലെങ്കിൽ എയിംസിൻ്റെ DCEയുടെ ഈ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. ആദ്യമായി ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്ത പെരുമോ ഗവൺമെൻറ് കോളേജിലെ പ്രവീണിന് അതിൻ്റെ ഒരു എഫേർട്ടാണ്. അതിനെ നമ്മൾ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ അതിനെ ആ രീതിയിൽ കണ്ട് അത് നമ്മളതിനെ എല്ലാ കോളേജുകളെയും ഈ ഒരു നല്ല ബെസ്റ്റ് പ്രാക്ടീസായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കോളേജിലെ ID നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. എയിംസിൻ്റെ ലോഗിൻ ചെയ്യാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ടാവും. ആ വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു വിൻഡോയിലേക്കാണ് ആദ്യമായിട്ട് വരിക. ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഡേറ്റാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് ഡേറ്റ് സെലക്ട് ചെയ്തു. ഓരോ യൂസർക്കും ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും ഉണ്ടാവും. യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അഡ്മിൻ ലോഗിനിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ സെക്ഷനിലും അതത് സെക്ഷൻ്റെ ആൾക്കാരുടെ നെയിം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലോഗിൻ ആയിരിക്കാം ഇവിടെ ഉണ്ടാകുന്നത്. അത് ഏറ്റവും ടോപ്പിൽ കാണുന്നത്. ഇപ്പം ഞാൻ അഡ്മിൻ ലോഗിനിലാണ്. ആദ്യമായി അഡ്മിൻ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളാണ് നോക്കുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കോളേജിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമാണെന്നുള്ള ആദ്യം പരിശോധിക്കുക. അതിന് ഏറ്റവും താഴോട്ടേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതിനുശേഷം അഡ്മിനിസ്ട്രേഷൻ ബാറിലേക്ക് വരിക. ഏറ്റവും താഴെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കാണും. അവിടെ നിങ്ങളുടെ കോളേജിൻ്റെ പേര്, അതുപോലെ മൊബൈൽ നമ്പർ, പ്രിൻസിപ്പളിൻ്റെ മൊബൈൽ നമ്പർ, അതുപോലെ പ്രിൻസിപ്പളിൻ്റെ നെയിം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ട്രഷറി കോഡ്, അതുപോലെ ട്രഷറി നെയിം, അതുപോലെ DDO കോഡ്, കോളേജിൻ്റെ ഷോർട്ട് ഫോമായിട്ട് എന്ത് നെയിമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തു. നിങ്ങളുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. ഇനി രണ്ടാമത് ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെ ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ഇപ്പോൾ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള ഹെഡ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങളുടെ ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ഏതാണോ അത് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം പിന്നെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇതിപ്പം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണിത്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത് അതിനുശേഷം പിന്നെ ചെയ്യാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് ചെയ്തു. അക്കാദമിക് പീരീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പോഴുള്ള അക്കാദമിക് പീരീഡ് ഏതൊക്കെ അക്കാദമിക് പീരീഡ് സെറ്റിങ്സ് എന്നുള്ളത് ഇവിടെ നോക്കുക. നിങ്ങൾ ഫിനാൻഷ്യൽ പീരീഡ്സ് ഏതൊക്കെയാണ് ഓരോന്നും സെറ്റ് ചെയ്യുക. അക്കാദമിക് പീരീഡ്സ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. 2019-20 1/6/2019 മുതൽ 33/3 വരെയാണ് നമ്മൾ ആ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അടുത്ത അക്കാദമിക് പീരീഡ് ഫൈനാൻഷ്യൽ പീരീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് ഓക്കെ കൺഫേം ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത് കോഴ്സസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനാണ്. കോഴ്സസ് ഡീറ്റെയിൽസ് ഈ നമ്മുടെ കോളേജിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അതിനു മുമ്പേ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം.